നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നമുക്ക് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവർക്ക് ശരിക്കും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, എന്നോട് ഫീലിംഗ് ഉണ്ടോ, ഇവർ ശരിക്കും അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എപ്പോഴും ചോദിക്കും. കാരണം പുറമെ കാണിക്കുന്നത് കാണുമ്പോൾ, നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് വെച്ച് സംസാരിക്കുക, ഓപ്പണായിട്ട് സംസാരിക്കാതിരിക്കുക, കാര്യങ്ങൾ മുഴുവൻ പറയാതിരിക്കുക, നിങ്ങൾ ആർക്കോ വേണ്ടി മെസ്സേജ് അയക്കുന്നു, ആർക്കോ വേണ്ടി കാണുന്നു, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവർക്ക് തോന്നുമ്പോൾ വരിക പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നിട്ട് ഇവർക്ക് ശരിക്കും എന്നോടൊരു ഫീലിംഗ് ഇല്ലേ, അതോ വെറുതെ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് അവരുടെ ഈ പുറമേ കാണിക്കുന്ന എന്താണെന്നും ശരിക്കും അവരുടെ ഫീലിങ്സ് ആയി മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് എന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ 2 ഡെക്കൻ എടുക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് അപ്പം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്ന എന്താണ്, നിങ്ങൾ കാണുന്ന എന്താണ്, മുമ്പിൽ കാണുന്നത് എന്താണ്. ഓക്കെ, അവരൊരു താല്പര്യമില്ലാത്ത പോലെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് അവർ ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ഫീലിങ്സ് ശരിക്കും മനസ്സിൽ എന്താ തോന്നുന്നത് എന്ന് നോക്കാം, വേണ്ട അവരുടെ മെസ്സേജസും എടുക്കാം. ഓക്കെ, ഓക്കെ, അവർ നിങ്ങളിപ്പോൾ എന്താ കാണുന്നത് എന്താണ് അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, ഡെവിൾ, 9 of Wands, 2 of Cups, 9 of Pentacles, Hangman, and 6 of Cups. Ace of Cups ഇവിടെ ബോട്ടം ഉണ്ട്. ഓക്കെ, ഓക്കെ, ശരി, ഇതിവിടെ ഇരുന്നോട്ടെ. നമ്മളിപ്പോൾ എന്തായാലും പുറമേ കാണിക്കുന്നതല്ലേ നോക്കുന്നു അല്ലേ. ഓക്കെ, ഓക്കെ, ഇവിടെ പുറമേ കാണിക്കുന്നത് അവർ ഡെവിളാണ് ആദ്യം. അപ്പം ഡെവിൾ എന്ന് പറയുമ്പോൾ ഒന്ന് അവരുടെ ഒരു മോശമായ ഒരു മുഖമാണ് അവർ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളെ പേടിപ്പിക്കുന്ന തരത്തിൽ, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്, 2 പേര് ഇവിടെ ഉണ്ട്. ഒരു പേടിപ്പിക്കുന്ന മുഖം മേലെന്ന് വരുന്ന പോലെയാണ് അല്ലേ. അപ്പം നിങ്ങളെ അവർ പേടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. അതായത് അവരുടെ എന്തൊക്കെ ഏറ്റവും മോശം വശമുണ്ടോ അത് നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. അത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ അത് നിങ്ങളെ ഒന്ന് അകറ്റി നിർത്താനാണ്. ഓക്കെ, നിങ്ങളെ അവർ ലേശം ഒരു ഡിസ്റ്റൻസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളായിട്ട് അവരുടെ അടുത്ത് നിന്ന് ഒരു അകൽച്ച വയ്ക്കും എന്നുള്ളൊരു തോന്നലാണ് ഇവിടെ. ഓക്കെ, ആൻഡ് 2 of Cups ഉണ്ട്. 2 of Cups എന്ന് പറയുമ്പോൾ അവർ സോൾമേറ്റ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് ശരിക്കും. ഓക്കെ, നിങ്ങളോട് അവർക്ക് അത്രയും ശരിക്കും ഫീലിങ്സ് തന്നെയാണ്. ഓക്കെ, അവരങ്ങനെയാണ് അവരുടെ മനസ്സിലുള്ളത്. പുറമേ കാണിക്കുന്നതും അവർ പക്ഷെ അതിനെ ഒന്ന് മറയ്ക്കാൻ അവർ ശ്രമിക്കാൻ വേണ്ടിയിട്ട്, അവർ ആ ഒരു ബൗണ്ടറി വെക്കാൻ വേണ്ടിയിട്ട് അവർ ഓവർ അറ്റാച്ച്ഡ് ആവാതിരിക്കാനായിരിക്കാം, അവരൊരുപാട് അറ്റാച്ച്ഡ് ആവാതിരിക്കാനായിരിക്കാം ഇവിടെ അവർ മാക്സിമം നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ദേഷ്യങ്ങൾ കാണിക്കും, കൺട്രോളിങ് കാണിക്കും, അവർ ഓവർ പൊസസീവ് ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, ചിലവർക്ക് അവർ ഓവർ പൊസസീവ് ആയിരിക്കാം, പക്ഷെ അതിനെ അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് ഈ ഒരു എല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, അവർക്ക് അതായത് ശരിക്കും ജലസി ഫീൽ ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ വേറെ ആരുടെ അടുത്തെങ്കിലും നിങ്ങൾ ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡ് പറയാം നമുക്ക്. 6 of Cups വരുമ്പോൾ നമ്മൾ മിസ്സിങ് എനർജി ആണ്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ നേരത്തെ അറിയുന്നവരായിരിക്കാം, നിങ്ങൾ തമ്മിൽ മുൻപേ ഫ്രണ്ട്സോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ വേറെ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർ ജലസ് ആവും. ഓക്കെ, എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഫീൽ വരുന്നുണ്ട്. ഈ ഡെവിൾ കാർഡ് ഇവിടെ അവർക്ക് പക്ഷെ അത് ജലസി മറയ്ക്കാൻ, ഓക്കെ, അവർ അവനവനെ തന്നെ ഒരു ഇങ്ങനെ ബ്ലോക്കാക്കി വെക്കുകയാണ്. ഓക്കെ, ആൻഡ് 9 of Pentacles ആണ്. അവർക്ക് നിങ്ങൾ ശരിക്കും മാരേജ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അവർ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, യെസ്, അങ്ങനെയാവാം. അവർ മാരീഡ് ആണ്, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അവർ കരിയറിൻ്റെ ആവാം. ഓക്കെ, അവർ സ്റ്റക്കാണ്, ചില സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ട് അവരുടെ ലൈഫിൽ. അവർ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് എനിക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അവർ പറയുന്നത് നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല എനിക്ക് എന്നൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും. ഓക്കെ, അവർ സ്റ്റക്കാണ് ലൈഫിൽ എന്ന് കാണിക്കുന്നുണ്ടാവും മേ ബി. ഓക്കെ, പക്ഷെ അവർക്കും ആഗ്രഹമുണ്ട് എന്നും പറയാം, മിസ്സിങ് എനർജി ഉണ്ട് എന്നും പറയാം. നിങ്ങൾ തമ്മിൽ ഓൾറെഡി ഫ്രണ്ട്സൊക്കെ ആയിരിക്കാം ഞാൻ പറഞ്ഞ പോലെ. ഇവിടെ എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് അവർ ഈ അകൽച്ച വെക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് അറ്റാച്ച്ഡ് ആവാതിരിക്കാനാണ്. ഓക്കെ, അവർക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർക്ക് സാധിക്കില്ലായിരിക്കാം,
ഹാങ്മാൻ ഉണ്ട് ഇവിടെ. സോ അവർക്ക് സാധിക്കാതെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ തരില്ല എന്ന് നിങ്ങളോട്, കമ്മിറ്റ്മെന്റ് തരില്ല എന്ന് പറയുന്നുണ്ടാവും നിങ്ങളോട്, വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കാം എന്ന രീതിക്ക് പറയുന്നുണ്ടാവാം. ചിലവർക്ക് അങ്ങനെയാവാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് യെസ് നമ്മളൊരു ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം, എനിക്ക് കമ്മിറ്റ്മെന്റ് തരാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ എവിടെയോ അവര് വേണം വെച്ച് ചിലത് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് കൂടി നോക്കാം ഡീപ്പായിട്ട്. ഓക്കെ, അവരുടെ ഡീപ്പ് മനസ്സിലെ ഫീലിങ്സ് എന്താണ്? ഓ, അഗെയിൻ ഹാങ്മാൻ. ഓക്കെ, ഗുഡ്. Queen of Swords, Justice, Empress, Three of Cups, Five of Wands, Five of Cups. അവരുടെ മനസ്സിലെ ഫീലിങ്സ് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ന്യായം ചെയ്യണം എന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ന്യായമായത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തടസ്സമുണ്ട്. ഐ തിങ്ക് ക്വീൻ ഓഫ് സോർട്സ് എനർജി, നമ്മൾ തേർഡ് പാർട്ടി എനർജി ഇവിടെ 3 of Cupsഉം ഉണ്ട്. സോ മേ ബി തേർഡ് പാർട്ടി ഉണ്ടാവാം അവരെ സിറ്റുവേഷനിൽ. ആക്ച്വലി ഹാങ്മാൻ 2 തവണ വന്നു കഴിഞ്ഞു. അവർ സ്റ്റക്കാണ്, അവരുടെ ജീവിതത്തിൽ അവർ ചില കാര്യങ്ങളിൽ സ്റ്റക്കാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും ഐ തിങ്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ പറ്റില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അവർ സത്യം തന്നെയാണ് പറയുന്നത്. അവർക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ ഇപ്പോൾ സാധിക്കില്ല. ഓക്കെ, എംപ്രസ്സും ഉണ്ട്, ക്വീൻ ഓഫ് സോർട്സും ഉണ്ട്. പക്ഷെ എവിടെയോ ഐ തിങ്ക് നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഫ്യൂച്ചർ മാരേജ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ 9 of Pentaclesന്റെ താഴെയാണോ? 9 of Pentacles ശരിക്കും നമ്മൾ മാരേജിന്റെ കാർഡൊക്കെ പറയാറുണ്ട്. സോ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചറൊക്കെയാണ്. പക്ഷെ അവർക്ക് നിങ്ങളോട് ന്യായമായത് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തോന്നലുണ്ട് ഇവിടെ. ഓക്കെ, അവർക്ക് സാധിക്കില്ല, അത് ആക്ച്വൽ ഒരു ഫാക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന ഇന്നത്തെ വ്യൂവേഴ്സ് മിക്കവരും ഒന്നുമില്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം വേറെ, അല്ലെങ്കിൽ അവർക്ക് ഫാമിലി ആരെങ്കിലും തടസ്സം ഉണ്ടാവാം, നിങ്ങളുടെ ഫാമിലി തടസ്സം ഉണ്ടാവാം ഈ മാരേജിന്. ഓക്കെ, അവരുടെ ലൈഫിലപ്പോൾ വേറൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ട് ആക്ച്വലി ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു എന്നും പറയാം. ഓക്കെ, അവരുടെ ലൈഫിൽ ചില കോൺഫ്ലിക്ട്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ ചൂസ് ചെയ്യണമെങ്കിൽ അവർ ചിലതൊക്കെ പിന്നിൽ ഉപേക്ഷിച്ച് വരേണ്ടി വരും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡബിൾ കാർഡ് അവരെ മനസ്സിലെ പേടികളുടെ കാര്യം പറയാം നമുക്ക്. ഓക്കെ, അവരുടെ മനസ്സിൽ ചില പേടികളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഉള്ളിൽ. പക്ഷേ ഫീലിങ്സ് നമ്മൾ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് സോൾമേറ്റിൻ്റെ കണക്ഷനാണ് ഇവിടെ നടുവിൽ വന്നിട്ടുള്ള സോൾമേറ്റിൻ്റെ കണക്ഷനാണ്. അവർക്കും അറിയാം നിങ്ങളൊരു സോൾമേറ്റ് ആണ് എന്നുള്ളത് അറിയാം. ഓക്കെ, പക്ഷെ അവർക്ക് ന്യായമായത് നിങ്ങളോട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് അകൽച്ച കാണിക്കുന്നത്. ഓക്കെ, അവർ എന്തെങ്കിലും നിങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവർ പറയുന്നത് വാസ്തവമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഓക്കെ, ഇവിടെ ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവരെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, അവർ ഇതാണ് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ അവർ വളരെ ഓണസ്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് അത് കാണുമ്പോൾ അവർ നിങ്ങളെ അകറ്റുകയാണോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, അവർ വേണം വെച്ച് ചെയ്യുന്നതല്ല, അവർക്ക് സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ നിങ്ങളോട് ന്യായം ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് ഓവർ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളോട് അത് തെറ്റായി പോവോ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവാം. അതുമാത്രമല്ല, അവരും ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷനിലാണെങ്കിൽ ആ സിറ്റുവേഷനിലും അവർക്ക് നീതി പുലർത്തണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവാം. ഓക്കെ, അവിടെയും ഞാൻ തെറ്റ് ചെയ്യരുത്. അപ്പോൾ അവർ സ്വയം സാക്രിഫൈസ് ആവുന്ന പോലെയായിരിക്കും. ഹാങ്മാൻ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മൾ തലകീഴായി തൂക്കിയിട്ടതല്ല, ആരും തൂക്കിയിടുന്നതല്ല, നമ്മൾ സ്വയം നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവർ മേ ബി ഇത് 2 തവണയാണ് വന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവർ സ്വയം ചൂസ് ചെയ്യുന്നതാണ്. അവർക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ പുറത്തൊക്കെ വരാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ല. എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ആക്ഷനൊക്കെ എടുക്കാം. ഇവിടെ ഒരു കിങ് ഓഫ് സോർട്സ് എവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആക്ഷൻ എടുക്കാം. പക്ഷെ അവർ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കാനാണ്. ബിക്കോസ് മേ ബി അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലത് പിന്നിൽ ഉപേക്ഷിച്ചൊക്കെ വരേണ്ടി വരും. ചില കാര്യങ്ങൾ ആകെ മറിയും എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് ഫോൾസ് ഹോപ്പ് തരാനും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊരു എന്താ പറയുക, ഫോൾസ് ഹോപ്പിനെ എന്താ പറയുക, വെറും വാഗ്ദാനമായിട്ട് പറയാനും അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ലേശം അകൽച്ച നിങ്ങളുടെ അടുത്ത് നിന്ന് എപ്പോഴും വെക്കുന്നുണ്ട്. ഒരു ബൗണ്ടറി എപ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് വെക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഏസ് ഓഫ് ഓക്കെ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഏസ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക്, അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്, അത്രയും ഫീലിങ്സ് ആണ് എന്നാണ്. 6 of Pentacles പറയുമ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാര്യമാണ്. അതായത് നമ്മൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ കൊടുക്കൽ വാങ്ങൽ എന്ന രീതിക്കാണ് നമ്മൾ പറയുക, അല്ലേ?
അപ്പോൾ ഇവിടെയും ആക്ച്വലി നമ്മൾ പറയുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയാം, കുട്ടികളുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. അവർ ഫാമിലി ഉണ്ടെങ്കിൽ ആ കാരണം കൊണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങളോട് വളരെയധികം അവർക്ക് സ്ട്രോങ് സോൾമേറ്റ് കണക്ഷൻ ആണ് ഫീൽ ചെയ്യുന്നത്, സോൾമേറ്റ് ആൻഡ് സ്നേഹമാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അവർ കാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ അവർക്ക് ശരിക്കും ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ ഒരു ധൈര്യമില്ല എന്നും പറയാം. ഓക്കെ, അവർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിൽ പറയാം. അതുകൊണ്ട് അവർ സ്റ്റക്കായി നിൽക്കാൻ അവർ തന്നെ ചൂസ് ചെയ്യണം. അവർ ശരിക്കും പറഞ്ഞാൽ അവർ സ്വയം സാക്രിഫൈസ് ചെയ്യുകയാണ് എന്ന് വേണം പറയാം. കണ്ടില്ലേ, അവർക്ക് ചിലത് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. അതാണ് സെയിം തിങ്. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു നല്ല ഫ്യൂച്ചറാണ് ആഗ്രഹിക്കുന്നത്. അവർ ശരിക്കും ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്, ഏസ് ഓഫ് വോൺസ് ഉണ്ട്, നേരത്തെ ഏസ് ഓഫ് കപ്സ് ഉണ്ടായിരുന്നു. ഇത്രയും ശരിക്കും സ്ട്രോങ് ഫീലിങ്സ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഫീലിങ്സിനെ നിങ്ങൾ ഡൗട്ട് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അവർ പുറമേ എന്ത് കാണിച്ചാലും ശരി, അവരെ മനസ്സിൽ അവരെ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ടാണ്. ശരിക്കും കമ്മിറ്റ്മെൻറ്റ് വേണമെന്നാണ്, സ്നേഹം ഉണ്ട് എന്നാണ്, ആൻഡ് ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. സോ ആൻഡ് ഇവിടെ സൺ കാർഡ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ, അവർ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷൻ ഒന്ന് മാറി വരുമോ എന്ന രീതിക്കാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവരായിട്ടൊന്നും ചെയ്യുന്നില്ല. അവരായിട്ട് ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാനോ നിങ്ങളുടെ അടുത്ത് കൂടുതലൊരു കമ്മിറ്റ്മെൻറ്റ് തരാനോ ഒന്നും അവർ ശ്രമിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എവിടെയോ അവർ യൂണിവേഴ്സിൻ്റെ ഒരു ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അവർക്ക് ചിലത് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും, അതിൻ്റെ ഒരു വിഷമമുണ്ട്. നിങ്ങളുടെ അടുത്ത് പക്ഷെ വരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പല കോൺഫ്ലിക്ട്സും ഉണ്ടാവും. ഓക്കെ, പല കോൺഫ്ലിക്ട്സ് അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കാം. ഓക്കെ, പക്ഷേ ഫീലിങ്സ് വൈസ് ആക്ച്വലി ഡൗട്ട് ചെയ്യേണ്ട. പുറമേ എന്ത് തന്നെ കാണിച്ചാലും ശരി, നിങ്ങളുടെ അടുത്ത് അകൽച്ച വെക്കുന്നുണ്ടെങ്കിൽ അത് ഓണസ്റ്റായിട്ട് അവർക്ക് അവർ ആ സിറ്റുവേഷൻ മാറ്റാൻ അവർ ശ്രമിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, അത് അവർ വേറൊന്നും കൊണ്ടല്ല, ഐ തിങ്ക് ആരോടും തെറ്റ് ചെയ്തു പോകരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഓക്കെ, അവരിപ്പോൾ ഓൾറെഡി മാരീഡ് സിറ്റുവേഷൻ, ഫാമിലി പറഞ്ഞത് കേൾക്കാനും അതുപോലെ തന്നെ ഈവൻ പാരൻസ് അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, അവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു ആക്ഷൻ ഒന്നും എടുക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന് പറയാം. ഓക്കെ, മെസ്സേജസ് കൂടി നോക്കിയേക്കാം പേഴ്സൻ്റെ. നമുക്ക് ചോദിക്കാം, ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ എടുത്തുകൂടെ എന്നെ പിന്നെന്തിനാണ് ഇങ്ങനെ എൻ്റെ അടുത്ത് റിലേഷൻ എന്നൊക്കെ. പക്ഷെ അത് ആ മനസ്സിൽ സ്നേഹത്തിൻ്റെ ഫീലിങ്സ് അവിടെ സ്ട്രോങ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അവർക്കും വിട്ടുപോകാൻ സാധിക്കുന്നില്ല, എന്നാലൊട്ട് ആക്ഷൻ എടുക്കാനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, തീരുമാനം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, അത് വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. ഓക്കെ, എന്തായാലും മെസ്സേജ് പേഴ്സൺ എന്താ പറയുന്നത് നോക്കാം. യു ആർ സോ സ്പെഷ്യൽ, ദ ഫ്യൂച്ചർ, I'm sorry, lost, it's on, twin flame, okay, is it true, and soon I'm going to contact you soon. എന്നുണ്ട്. നമ്മൾ ഏസ് ഓഫ് വോൺസ് കണ്ടിരുന്നു, ഏസ് ഓഫ് കപ്സ് കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം ഒരു കോൺടാക്ട് വരും എന്ന രീതിക്കാണ്, സെപ്പറേഷനൊക്കെ ആണെങ്കിൽ. ഓക്കെ, ഒരു പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ വരാനുള്ള സാധ്യതയുണ്ട്, അകൽച്ചയിലാണെങ്കിൽ. Okay, you are so special. You are truly divine. I have never felt energy like yours before and I can't get enough. അവർ പറയുന്നത് നിങ്ങളുടെ എനർജി അത്രയും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളെ വിട്ടുപോകാൻ അവർക്കും സാധിക്കുന്നില്ല. ഓക്കെ, ദ ഫ്യൂച്ചർ, ഐ ഡേ ഡ്രീം അബൌട്ട് അവർ ഫ്യൂച്ചർ ടുഗെദർ, ഗോയിങ് ഓൺ അഡ്വെഞ്ചേഴ്സ് ആൻഡ് ഗ്രോയിങ് ഓൾ ടുഗെദർ, ഐ വോണ്ട് ഇറ്റ് ഓൾ. ഓക്കെ, അവർ ശരിക്കും നിങ്ങളുമായിട്ടൊരു ഫാമിലി എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും മാരേജ് ചെയ്ത് ഫാമിലി, കുട്ടികൾ വേണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ ഐ തിങ്ക് I'm sorry ഉണ്ട് ഇവിടെ. I hate how much I've hurt you. I'm so sorry for all the pain I've caused. You didn't deserve any of it. അവർ പറയുന്നത് അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് പകൽച്ച വെച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഹാർഷായിട്ട് ബിഹേവ് ചെയ്തു, നിങ്ങളെ ഒരു വേദനിപ്പിക്കുന്ന തരത്തിൽ ബിഹേവ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സോറിയാണ് എന്ന് പറയുന്നുണ്ട്. ഐ ഫീൽ ലോസ്റ്റ് വിത്തൗട്ട് യു. അപ്പം നിങ്ങൾ ഐ തിങ്ക് മേ ബി മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം ചിലവർക്ക്, കാരണം ഇവിടെ ചിലവർ ഇത് കാണുന്നുണ്ട്. ഇതൊരു കോമ്പറ്റീഷൻ്റെ കാര്യം ഞാൻ പറയാം. ഓക്കെ, മേ ബി നിങ്ങൾ ചിലവർ ഞാൻ പറഞ്ഞ പോലെ തീരുമാനം എടുത്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം. കാരണം ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കില്ല, അവർ സ്ട്രക്കായിട്ട് തന്നെ നിൽക്കും എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം ചിലവർ. അപ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഫീൽ ലോസ്റ്റ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവർ ലോസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ സീ യു ലുക്കിംഗ് ഗുഡ് ആൻഡ് മൂവിങ് ഓൺ.
ഐ ഡോണ്ട് കെയർ ഹൂ യു ആർ ടോക്കിംഗ് ടു, ഐ എം ബെറ്റർ, ഐ വിൽ കമ്പീറ്റ് ഫോർ യു. അവർ ഇപ്പം മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് വേറെ ഏതെങ്കിലും റിലേഷനിലേക്ക് പോകുക, അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ടൊക്കെ നടക്കണമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സഹിക്കുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ജലസിൻ്റെ കാര്യം. യെസ് ജലസ്, അവർ ജലസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ തിരിച്ച് വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആരടുത്ത് പോയാലും ശരിയേ, ഞാനാണ് ബെറ്റർ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളെ അങ്ങനെ വിട്ട് കളയാൻ അവർക്ക് മനസ്സില്ല. Twin flame, you activated my soul to find my true purpose and destiny in life. You helped me heal in ways no one else could. Thank you for finding me again this time around. Okay, അത് ട്വിൻ ഫ്ലെയിംസ്, ചിലവർക്ക് ട്വിൻ ഫ്ലെയിംസ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പക്ഷെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ജേണിയെക്കുറിച്ച് ഞാൻ ഇപ്പോഴേ പറയാം, വളരെ പെയിൻഫുൾ ഒരു ജേണിയാണ്. ഓക്കെ, നിങ്ങൾ അത്ര വേഗം നിങ്ങൾ യൂണിയൻ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യാതെ ഒരു യൂണിയൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ ഇന്നർ വർക്കും കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് എങ്ങാനും ആണെങ്കിൽ അവർ പറയുന്ന ട്വിൻ ഫ്ലെയിം ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് എവിടെയോ ചില റിയലൈസേഷൻ, അത് നമ്മൾ പറയില്ലേ, ശരിക്കും നമ്മൾ ആ ഒരു നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കണക്ട് ആകുമ്പോൾ എന്താണ് സ്നേഹം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില മാറ്റങ്ങൾ ഐ തിങ്ക് അവരിലും വന്നിട്ടുണ്ട്. ഓക്കെ, ഈസ് ഇറ്റ് ട്രൂ? ഐ ഹേർഡ് യു ആർ ഡേറ്റിംഗ് സമ്മൺ, ഈസ് ഇറ്റ് ട്രൂ? യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ജലസി ഉണ്ട് കേട്ടോ, നല്ല ജലസി ഉണ്ട് അവർക്ക്. നിങ്ങൾ വേറെ ആരുടെയെങ്കിലും കൂടെ ഓൾറെഡി മൂവ് ഓൺ ചെയ്തോ എന്ന നല്ല ഡൗട്ട് ഉണ്ട്. ആൻഡ് സൂൺ ഐ എം ഗോയിങ് ടു കോൺടാക്ട് യു. ഓക്കെ, അവർക്ക് തീർച്ചയായും അവർക്ക് വേഗം എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നിപ്പോൾ ആഗ്രഹമുണ്ട്. നിങ്ങൾ അങ്ങനെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, വളരെ നല്ല കാര്യം. കുറച്ച് ആ ഡോസ് കൊടുക്കണം. അങ്ങനെ അവർ അകൽച്ചയൊക്കെ വെച്ച് നിന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളത് ഇത് സിംഗിൾ സ്പൈലായാലും ശരി, ആർക്കായാലും ഇത് എല്ലാവർക്കും മാച്ചാവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് ഫീലിങ്സ് ഉണ്ട്. അവർ പുറമേ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു അകൽച്ച വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയോ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ തരാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പറയാം. ഓക്കെ, പക്ഷെ അവരിപ്പോൾ ഒരു മാറ്റം ഐ തിങ്ക് അവരിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം ചേഞ്ചസ് അല്ലേ. ഓക്കെ, എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.